Hello children, today we are going to study the second part of the lesson, A Gift of Chapels. A Gift of Chapels എന്ന പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഐ വിൽ റീഡ് ദ ലെസൺ, ദെൻ ഐ വിൽ എക്സ്പ്ലെയിൻ ദി മീനിങ്. ആദ്യം ഞാൻ ടെക്സ്റ്റ് വായിക്കും, പാഠം വായിക്കും, പിന്നെ അർത്ഥം പറഞ്ഞു തരും. ശ്രദ്ധിച്ചിരിക്കണം. മൃദു crept up to the window. Lali was sitting a little distance away, awkwardly holding her violin and bowstring, her elbows jutting out and her eyes glazed with concentration. In front of her, with most of his back to the window, was the bony figure of the music master. He had a mostly bald head with a fringe of oiled black hair falling around his ears and an old-fashioned tuft. A gold chain gleamed around his leathery neck, and a diamond ring glittered on his hand as it glided up and down the stem of the violin. A large foot stuck out from beneath his gold-bordered waistcoat edge, and he was beating time on the floor with the scrawny big toe. മൃദു crept up to the window. അപ്പോൾ ഒരു സ്ക്രീച്ചിങ് ശബ്ദം കേട്ടു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ശബ്ദം കേട്ടിട്ട് മൃദു ജനാലയുടെ അടുക്കലേക്ക് ഓടിപ്പോയി. Lali was sitting a little distance away, awkwardly holding her violin and bowstring, her elbows jutting out and her eyes glazed with concentration. ലല്ലി ജനാലയുടെ അടുക്കലേക്ക് പോയി നിന്നു. അപ്പോൾ ആ റൂമിനകത്ത് മുറിയുടെ അറ്റത്തായിട്ട് ലല്ലി ഒരു താല്പര്യമില്ലാത്തതുപോലെ ഔക്വേർഡായിട്ട് തൻ്റെ വയലിനും പിടിച്ച് വളരെ കോൺസെൻട്രേഷനോടെ ഇരിക്കുന്നത് കണ്ടു. മ്യൂസിക് മാസ്റ്റർ മ്യൂസിക് വായിക്കുന്നതിനെ ശ്രദ്ധിച്ച് അവളിരിക്കുന്നത് കണ്ടു. ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ബാക്ക് ടു ദി വിൻഡോ വാസ് ദി ബോണി ഫിഗർ ഓഫ് ദി മ്യൂസിക് മാസ്റ്റർ. അവളുടെ മുന്നിലായിട്ട് ചുവരോട് ചാരി ചുവരിന് ചേർന്ന് മ്യൂസിക് മാസ്റ്റർ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മെലിഞ്ഞ മനുഷ്യനായിരുന്നു. ബോണി ഫിഗർ മീൻസ് മെലിഞ്ഞ മനുഷ്യനായിരുന്നു. He had a mostly bald head with a fringe of oiled black hair falling around his ears and an old-fashioned tuft. He had a mostly bald head. അദ്ദേഹത്തിന് കഷണ്ടി തലയായിരുന്നു. കഷണ്ടിയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ എന്നാലും കുറച്ച് മുടിയുണ്ടായിരുന്നു. ആ മുടി ഒരു ടഫ്റ്റായിട്ട് പഴയ രീതിയിൽ ആളുകൾ കുടുമ കെട്ടി വയ്ക്കാറുണ്ട്. അങ്ങനെ ആ മുടിയെ ഒരു കുടുമയായിട്ട് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. എ ഗോൾഡ് ചെയിൻ ഗ്ലീംഡ് അറൗണ്ട് ഹിസ് ലെതറി നെക്ക്. അദ്ദേഹത്തിൻ്റെ ലെതറി നെക്ക് വയസ്സായി ചുളിഞ്ഞ് ശുഷ്കിച്ച ആ കഴുത്തിൽ ഒരു സ്വർണ്ണ ചെയിൻ കിടന്നു തിളങ്ങി. ആൻഡ് എ ഡയമണ്ട് റിംഗ് ഗ്ലിറ്റേർഡ് ഓൺ ഹിസ് ഹാൻഡ് ആസ് ഇറ്റ് ഗ്ലൈഡ് അപ്പ് ആൻഡ് ഡൗൺ ദി സ്റ്റെം ഓഫ് ദി വയലിൻ. അദ്ദേഹത്തിൻ്റെ വിരലിൽ ഒരു ഡയമണ്ട് മോതിരവും ഉണ്ടായിരുന്നു. വയലിൻ്റെ തന്ത്രികളിൽ അദ്ദേഹം ഇങ്ങനെ മീട്ടുന്നതിനനുസരിച്ച് വയലിൻ വായിക്കുന്നതിനെ വയലിൻ്റെ തന്ത്രികൾ മീട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വയലിൻ്റെ തന്ത്രികൾ മീട്ടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടന്ന ഈ ഡയമണ്ട് റിങ്, ഡയമണ്ട് മോതിരം തിളങ്ങി, ഗ്ലീംഡ് തിളങ്ങി. എ ലാർജ് ഫുട്ട് സ്റ്റക്ക് ഔട്ട് ഫ്രം ബെനീത്ത് ഹീസ് ഗോൾഡ് ബോർഡേഡ് വേഷ്ടി എഡ്ജ് ആൻഡ് ഹി വാസ് ബീറ്റിംഗ് അറ്റ് ടൈം ഓൺ ദ ഫ്ലോർ വിത്ത് ദി സ്ക്രോണി ബിഗ് ടോ. അദ്ദേഹം ഗോൾഡ് ബോർഡേഡ് വേഷ്ടി, സ്വർണ്ണക്കരയുള്ള ഒരു വേഷ്ടി അല്ലെങ്കിൽ ധോത്തി, തമിഴിലാണ് അതിനെ ധോത്തി എന്ന് പറയുന്നത്, ഒരു മുണ്ട് ഉടുത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ആ നീണ്ടു മെലിഞ്ഞ കാലുകൾ കൊണ്ട് നിലത്ത് വയലിൻ വായിക്കുന്നതിനനുസരിച്ച് താളം പിടിച്ചിരുന്നു. ഗ്ലൈഡഡ് എന്ന് പറഞ്ഞാൽ മൂവ്ഡ് അലോങ് സ്മൂത്ത്ലി, സ്മൂത്തായിട്ട് പോകുന്നതിനെയാണ് ഗ്ലൈഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വയലിൻ വായനയ്ക്കനുസരിച്ച് കാലുകൊണ്ട് താളം പിടിച്ചിരുന്നു. ഹി പ്ലേഡ് എ ഫ്യൂ നോട്ട്സ്. ലല്ലി സ്റ്റംബിൾഡ് ബിഹൈൻഡ് ഹിം ഓൺ ഹെർ വയലിൻ വിച്ച് ലുക്ക്ഡ് ക്വൈറ്റ് ഹെൽപ്ലെസ് ആൻഡ് അൺഹാപ്പി ഇൻ ഹെർ ഹാൻഡ്സ്. വാട്ട് എ ഡിഫറൻസ്! ദ മ്യൂസിക് മാസ്റ്റേഴ്സ് നോട്ട് സീംഡ് ടു ഫ്ലോട്ട് അപ്പ് ആൻഡ് സെറ്റിൽ പെർഫെക്റ്റ്ലി ഇൻ ടു ദി ഇൻവിസിബിൾ ട്രാക്സ് ഓഫ് ദി മെലഡി. It was like the wheels of a train fitting smoothly into the rails and whizzing along, as Ravi said. Mridhu stared at that huge beringed hand moving effortlessly up the violin stem, making lovely music.
ഹി പ്ലേഡ് എ ഫ്യൂ നോട്ട്സ്. അദ്ദേഹം ഏതാനും രാഗങ്ങൾ വായിച്ചു. എന്ന് വെച്ചാൽ വയലിൻ അദ്ദേഹം ഏതാനും രാഗങ്ങൾ മീട്ടി. ലല്ലി സ്റ്റംബിൾഡ് ബിഹൈൻഡ് ഹിം ഓൺ ഹെർ വയലിൻ. സ്റ്റംബിൾഡ് മീൻസ് ഫോളോഡ് ഹോൾട്ടിംഗ്ലി. എന്താ പറയുന്ന അത്ര മെടുക്കൊന്നുമില്ലാതെ മടിച്ച് ലല്ലിയും വയലിൻ വായിച്ചു. വിച്ച് ലുക്ക്ഡ് ക്വൈറ്റ് ഹെൽപ്ലെസ് ആൻഡ് അൺഹാപ്പി ഇൻ ഹെർ ഹാൻഡ്സ്. ആ വയലിൻ അവളുടെ കയ്യിൽ ഒരു സന്തോഷവുമില്ലാതെ നിസ്സഹായ അവസ്ഥയിലിരുന്നു. എന്ന് വെച്ചാൽ മ്യൂസിക് മാസ്റ്റർ നന്നായി വയലിൻ വായിച്ചു, എന്നാൽ ലല്ലി നന്നായിട്ട് വായിച്ചില്ല. അതിനെയാണ് ആ വയലിൻ അവളുടെ കയ്യിൽ നിസ്സഹായമായും സന്തോഷമില്ലാതെയും ഇരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് എ ഡിഫറൻസ്, എന്തൊരു വ്യത്യാസം. The music master's note seemed to float up and settle perfectly into the invisible tracks of the melody. ആ മെലഡിയുടെ സംഗീതത്തിൻ്റെ അജ്ഞാതമായ ട്രാക്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം ഇങ്ങനെ ഒഴുകി നടന്നു. It was like the wheels of a train fitting smoothly into the rails and whizzing along, as Ravi said. നേരത്തെ രവി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സംഗീതം ഒരു റെയിൽവേ പാളത്തിലൂടെ ട്രെയിൻ ചേർന്ന് സ്മൂത്തായി നീങ്ങുന്നത് പോലെ മനോഹരമായിരുന്നു. ആ പാളങ്ങളോട് ചേർന്ന് ഫിറ്റായി സ്മൂത്തായി ട്രെയിൻ പോകുന്നത് പോലെ മ്യൂസിക് മാസ്റ്ററുടെ കയ്യിൽ ഇരുന്ന വയലിനിൽ അദ്ദേഹം മനോഹരമായി തന്ത്രികൾ മീട്ടി, രാഗം മീട്ടി. മൃദു stared at that huge beringed hand moving effortlessly up the violin stem, making lovely music. മൃദു ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി ആ ഹ്യൂജ് ബെറിങ്ഡ് ഹാൻഡ്. ബെറിങ്ഡ് മീൻസ് ദ മ്യൂസിക് മാസ്റ്റർ ഈസ് വെയറിങ് എ റിംഗ്. മ്യൂസിക് മാസ്റ്ററിൻ്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ മോതിരം ഇട്ടിരുന്ന ആ വലിയ കയ്യെ എഫേർട്ട്ലെസ്ലി, ഒരു ആയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വയലിൻ്റെ തന്ത്രികൾ ഇങ്ങനെ മീട്ടിക്കൊണ്ടിരിക്കുന്നത് മൃദു ആകാംക്ഷയോടെ നോക്കി. സ്ക്വാക്ക്. There was Lally derailing again. അപ്പോഴേക്കും ലല്ലി വീണ്ടും ഡീറെയിലായി. എന്ന് വെച്ചാൽ മ്യൂസിക് മാസ്റ്റർ വായിച്ചതിനെ പോലെ അത്ര ഭംഗിയായിട്ട് വായിക്കാൻ ലല്ലിക്ക് കഴിഞ്ഞില്ല. അവൾ വീണ്ടും പാളം തെറ്റിച്ചു. അമ്മാ came a wail from the gate. അമ്മാ, ഓ. അപ്പോഴാണ് അമ്മാ came a wail from the gate. അമ്മാ, ഓ. അപ്പോഴാണ് ഗേറ്റിൽ നിന്ന് അമ്മാ, അയ്യോ അമ്മാ എന്നൊരു വിളി കേട്ടത്. രവി, send that beggar away, cried his mother from the back veranda where she was chatting with Thabi. He has been coming here every day for the past week, and it is time he found another house to beg from, Patti explained to Thabi. Ravi, send that beggar away, cried his mother from the back veranda where she was chatting with Thabi. ഈ വിളി കേട്ടിട്ട് രവിയുടെ അമ്മ പറഞ്ഞു, രവി, ആ ഭിക്ഷക്കാരനെ, ബഗർ മീൻസ് ഭിക്ഷക്കാരൻ, യാചകൻ എന്നൊക്കെ പറയും, ആ ബഗറെ, ആ യാചകനെ പറഞ്ഞു വിടൂ. ഹി ഹാസ് ബീൻ കമ്മിങ് ഹിയർ എവ്രി ഡേ ഫോർ ദ പാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ ദിവസവും അയാളിവിടെ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ടൈം ഹി ഫൗണ്ട് അനദർ ഹൗസ് ടു ബെഗ് ഫ്രം, പാട്ടി എക്സ്പ്ലെയിൻ ടു തബി. അയാൾ ഇനി ഭിക്ഷ എടുക്കാൻ വേറെ ഏതെങ്കിലും വീട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പാട്ടി തബിയോട് പറഞ്ഞു. മൃദു ആൻഡ് മീന ഫോളോഡ് രവി ഔട്ട്. ദ ബെഗർ വാസ് ഓൾറെഡി ഇൻ ദ ഗാർഡൻ മേക്കിംഗ് ഹിംസെൽഫ് ക്വൈറ്റ് അറ്റ് ഹോം. ഹി ഹാഡ് സ്പ്രെഡ് ഹിസ് അപ്പർ ക്ലോത്ത് under the neem tree and was leaning against its trunk, apparently prepared to take a little snooze while he waited for the arms to appear. Go away, said Ravi sternly. My party says it is time you found another house to beg from. Mridu and Meena followed Ravi out. മൃദുവും മീനയും രവിയെ അനുഗമിച്ച് പുറത്തേക്ക് വന്നു. The beggar was already in the garden making himself quite at home. എത്തേണ്ട സ്ഥാനത്തെത്തി എന്ന മട്ടിൽ യാചകൻ അപ്പോഴേക്കും പൂന്തോട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് സ്പ്രെഡ് ഹിസ് അപ്പർ ക്ലോത്ത് അണ്ടർ ദി നീം ട്രീ ആൻഡ് വാസ് ലീനിങ് എഗൻസ്റ്റ് ഇറ്റ്സ് ട്രങ്ക്, അപ്പാരൻ്റ്ലി പ്രിപ്പയർഡ് ടു ടേക്ക് എ ലിറ്റിൽ സ്നൂസ്. അദ്ദേഹം തൻ്റെ മേൽമുണ്ടെടുത്ത് നീം ട്രീയുടെ ആ മരത്തിൻ്റെ അവിടെ ഇട്ടു. എന്നിട്ട് ആ മരത്തടിയിൽ ചാരി, അപ്പാരൻ്റ്ലി പ്രിപ്പയർഡ് ടു ടേക്ക് എ ലിറ്റിൽ സ്നൂസ്. സ്നൂസ് മീൻസ് ഒന്ന് കണ്ണടയ്ക്കുക, ഒന്ന് ഉറങ്ങുക. ടേക്ക് എ നാപ്പ്, നാപ്പ് എന്ന് പറഞ്ഞാലും ഒന്ന് കണ്ണടയ്ക്കുക, ചെറുതായിട്ട് ഉറങ്ങുക എന്നർത്ഥം. ഒന്ന് ചെറുതായിട്ട് മയങ്ങി വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. വൈൽ ഹി വെയിറ്റഡ് ഫോർ ദി ആംസ് ടു അപ്പിയർ.
അങ്ങനെ ഭിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഗോ എവേ സെഡ് രവി സ്റ്റേൺലി. രവി വന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോളൂ. മൈ പാർട്ടി സേസ് ഇറ്റ് ഈസ് ടൈം യു ഫൗണ്ട് അനദർ ഹൗസ് ടു ബെഗ് ഫ്രം. എൻ്റെ മുത്തശ്ശി പറയുന്നു, ഇനി നിങ്ങൾ യാചിക്കാൻ ഭിക്ഷ എടുക്കാൻ വേറെ ഏതെങ്കിലും വീട് കണ്ടുപിടിക്കണമെന്ന്. The beggar opened his eyes very wide and gazed at each of the children one by one. The ladies of this house, he said at last, in a voice choked with feeling, are very kind souls. I have kept my body and soul together on their generosity for a whole week. I cannot believe that they would turn me away. He raised his voice, Amma, Amma, oh! Sad his wail might be, but it certainly wasn't feeble. It began in a deep, strong rumble somewhere in his withered belly, and it came booming out of his mouth, with its few remaining teeth stained brown with beetle chewing. The beggar opened his eyes very wide and gazed at each of the children one by one. അപ്പോൾ ഈ യാചകൻ കണ്ണിങ്ങനെ വലിച്ചു തുറന്നിട്ട് കുട്ടികളെ ഓരോരുത്തരെയായിട്ട് നോക്കി. ദ ലേഡീസ് ഓഫ് ദിസ് ഹൗസ്, ഈ വീട്ടിലെ സ്ത്രീകൾ, ഹി സെഡ് അറ്റ് ലാസ്റ്റ്, അവസാനം അദ്ദേഹം പറയുക, ഇൻ എ വോയിസ് ചോക്ക്ഡ് വിത്ത് ഫീലിംഗ്, തൻ്റെ സ്വരത്തിൽ ദുഃഖം നിറച്ചിട്ടിങ്ങനെ പറയുകയാണ്, ആർ വെരി കൈൻഡ് സോൾസ്. ഈ വീട്ടിലെ അമ്മമാരെ, ഈ വീട്ടിലെ സ്ത്രീകൾ നല്ല ദയവുള്ളവരാണ്. ഐ ഹാവ് കെപ്റ്റ് മൈ ബോഡി ആൻഡ് സോൾ ടുഗെദർ ഓൺ ദെയർ ജനറോസിറ്റി ഫോർ എ ഹോൾ വീക്ക്. ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ അവരുടെ മഹാമനസ്കതയിലാണ്, ജനറോസിറ്റി മീൻസ് മഹാമനസ്കത അല്ലെങ്കിൽ ദയവ്, അവരുടെ ദയവിലാണ് എൻ്റെ ശരീരവും മനസ്സും കഴിഞ്ഞു പോയത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഈ വീട്ടിൽ നിന്ന് കൊടുത്ത ഭക്ഷണം കഴിച്ചാണ് അദ്ദേഹം ജീവൻ നിലനിർത്തിയത്. ഐ കനോട്ട് ബിലീവ് ദേ വുഡ് ടേൺ മീ അവേ. അവരെന്നെ പറഞ്ഞയക്കുമെന്ന്, ഓടിച്ചു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹി റേസ്ഡ് ഹിസ് വോയിസ്. അദ്ദേഹം വീണ്ടും ശബ്ദമുയർത്തി, അമ്മ, അമ്മ, ഓ എന്ന് വിളിച്ചു. അമ്മ, അമ്മ എന്ന് വീണ്ടും വിളിച്ചു. സാഡ് ഹിസ് വെയിൽ മൈറ്റ് ബി. അദ്ദേഹം അങ്ങനെ വിളിക്കുന്നത് കേട്ടാൽ നമുക്ക് പാവം തോന്നും. ബട്ട് ഇറ്റ് certainly wasn't feeble. പക്ഷേ അതത്ര ദുർബലമായ ശബ്ദമൊന്നും ആയിരുന്നില്ല. ഇറ്റ് began in a deep, strong rumble somewhere in his withered belly, and it came booming out of his mouth, with its few remaining teeth stained brown with beetle chewing. അദ്ദേഹം വിളിക്കുന്നത് കേട്ടാൽ നമുക്ക് ദയവ് തോന്നും. പക്ഷേ തൻ്റെ വിശന്നൊട്ടിയ ആ വയറ്റിനകത്ത് നിന്ന് ഒരു ഗർജനം പോലെയാണ്, ഒരു റംബിൾ പോലെയാണ് ആ ശബ്ദം പുറത്തേക്ക് വന്നത്. മാത്രമല്ല, ഏതാനും പല്ലുകളെ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ആ പല്ലുകൾ തന്നെ ബീറ്റൽ ചവച്ചിട്ട്, വെറ്റില ചവച്ചിട്ട് കറുത്തിരുന്നു. അപ്പോൾ ഈ വിശന്ന് ഒട്ടി ഉണങ്ങിയ ഈ വയറ്റിനകത്ത് നിന്ന് ഈ എന്താ പറയുക, വെറ്റില ചവച്ച് കറുത്ത പല്ലുകളിലൂടെ ഈ ശബ്ദം ഒരു ഗർജനം പോലെ, റംബിൾ പോലെ പുറത്തേക്ക് വന്നു. രവി, tell him there is nothing left in the kitchen called Rukumani, and he is not to come again. Tell him that. She sounded fed up. Ravi, tell him there is nothing left in the kitchen called Rukumani. രുക്കുമനെ വിളിച്ചു പറഞ്ഞു, രവി, കിച്ചണിൽ അടുക്കളയിൽ ഒന്നും ഇരിപ്പില്ല. ആൻഡ് ഹീ ഈസ് നോട്ട് ടു കം അഗെയിൻ. ടെൽ ഹിം ദാറ്റ്. ഇനി ഇവിടെ വരരുതെന്നും അയാളോട് പറയൂ. ഷീ സൗണ്ടഡ് ഫെഡ് അപ്പ്. മടുത്തിട്ട് അവളിങ്ങനെ വിളിച്ചു പറഞ്ഞു. രവി ഡിഡിൻ ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് ഓൾ ടു ദി ബെഗർ. രവിക്ക് അത് ബെഗറിനോട് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നില്ല. വാട്ട് ഹിസ് മദർ സെഡ് ഹാഡ് ബീൻ ഈസി ഫോർ ദം ഓൾ ടു ഹിയർ ദെയർ അണ്ടർ ദി നീം ട്രീ. ദ ബെഗർ സാറ്റ് അപ്പ് ആൻഡ് സൈഡ്. വാട്ട് ഹിസ് മദർ സെഡ് ഹാഡ് ബീൻ ഈസി ഫോർ ദം ഓൾ ടു ഹിയർ ദെയർ അണ്ടർ ദി നീം ട്രീ. അവിടെ മരച്ചോട്ടിൽ നിന്ന് എല്ലാവർക്കും കേൾക്കാൻ പാകത്തിലായിരുന്നു രുക്കുമനി ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രവിക്ക് അമ്മ പറഞ്ഞത് യാചകനോട്, ഭിക്ഷക്കാരനോട് ആവർത്തിക്കേണ്ടി വന്നില്ല. ഓൾറെഡി എല്ലാവരും അത് കേട്ടു. ദ ബെഗർ സാറ്റ് അപ്പ് ആൻഡ് സൈഡ്. പാവം ഭിക്ഷക്കാരൻ എഴുന്നേറ്റ് സൈഡ്, ദാറ്റ് മീൻസ് നിശ്വസിച്ചു. ദീർഘമായി അദ്ദേഹം നിശ്വസിച്ചു. എന്ന് വെച്ചാൽ ഇന്നിനിപ്പോൾ ഇവിടെ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. I will go, he said wearily. Only let me have a rest here under this tree. The sun is so hot. The tar has melted on the road. My feet are already blistered. He stretched out his feet to show large pink peeling blisters on the soles of his bare feet. I will go, he said wearily. ക്ഷീണസ്വരത്തോടെ അദ്ദേഹം പറഞ്ഞു, ശരി ശരി, ഞാൻ പൊയ്ക്കോളാം. Only let me have a rest here under this tree. ഞാൻ ഈ മരച്ചോട്ടിലിരുന്ന് അല്പമൊന്ന് വിശ്രമിച്ചോട്ടെ. The sun is so hot. നോക്കൂ, സൂര്യൻ ഭയങ്കര ചൂടായിരിക്കുന്നു, ഭയങ്കര വെയിലായിരിക്കുന്നു. The tar has melted on the road.
റോഡിലെ ടാറ് ഉരുകി തിളച്ച് കിടക്കുന്നു. മൈ ഫീറ്റ് ആർ ഓൾറെഡി ബ്ലിസ്റ്റേഡ്. ഇപ്പം തന്നെ എൻ്റെ കാലെല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഫീറ്റ് ടു ഷോ ലാർജ് പിങ്ക് പീലിംഗ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സോൾസ് ഓഫ് ഹിസ് ബെയർ ഫീറ്റ്. അദ്ദേഹത്തിൻ്റെ ബെയർ ഫീറ്റ്, നഗ്നമായ കാലിൽ, ചെരുപ്പൊന്നും ഇടാത്ത ആ കാലിൽ ഉണ്ടായിരുന്ന പിങ്ക് പീലിംഗ് ബ്ലിസ്റ്റേഴ്സ്, തൊലി അടർന്ന് ഉണ്ടായി വന്ന ആ പിങ്ക് നിറത്തിലുള്ള മുറിവുകൾ കുട്ടികളെ കാണിച്ചു. ഐ സപ്പോസ് ഹി ഡസൻറ്റ് ഹാവ് ദ മണി ടു ബൈ ചപ്പൽസ്, മൃദു വിസ്പേർഡ് ടു മീന രവി. ഹാവ് യു ഗോട്ട് ആൻ ഓൾഡ് പെയർ ഇൻ ദ ഹൗസ് സംവെയർ? ഐ സപ്പോസ് ഹി ഡസൻറ്റ് ഹാവ് ദ മണി ടു ബൈ ചപ്പൽസ്, മൃദു വിസ്പേർഡ് ടു മീന രവി. മൃദു മീനയോടും രവിയോടും പറഞ്ഞു, പാവം, അദ്ദേഹത്തിന് ചെരുപ്പ് വാങ്ങാൻ കാശ് കാണില്ലായിരിക്കും. ഹാവ് യു ഗോട്ട് ആൻ ഓൾഡ് പെയർ ഇൻ ദ ഹൗസ് സംവെയർ? വീട്ടിലെവിടെയെങ്കിലും പഴയ ചെരുപ്പ് കിടപ്പുണ്ടോ എന്ന് മൃദു ചോദിച്ചു. ഐ ഡോണ്ട് നോ, സെഡ് രവി. മൈൻ ആർ ടു സ്മോൾ ടു ഫിറ്റ് ഹിസ് ഫീറ്റ്, or I would have given them to him, and his feet were larger than Mrudu's and Meena's. I don't know, said Ravi. എനിക്കറിയില്ല, വീട്ടിലെവിടെയെങ്കിലും ചെരുപ്പ് കിടപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. Mine are too small to fit his feet. എൻ്റെ ചെരുപ്പ് അദ്ദേഹത്തിൻ്റെ കാലിന് ചേരില്ല. Or I would have given them to him. അല്ലെങ്കിൽ ഞാനത് അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. And his feet were larger than Mrudu's and Meena's. ആ ഭിക്ഷക്കാരൻ്റെ, യാചകൻ്റെ കാലുകൾ മൃദുവിൻ്റെയും മീനയുടെയും കാലുകളെക്കാളും വലുതായിരുന്നു. അതിനർത്ഥം മൃദുവിൻ്റെ ചെരുപ്പുകളും മീനയുടെ ചെരുപ്പുകളും അദ്ദേഹത്തിന് ചേരില്ലായിരുന്നു. The beggar was shaking out his upper cloth and tightening his dhoti. He raised his eyes and looked fearfully at the road, gleaming in the afternoon heat. The beggar was shaking out his upper cloth and tightening his dhoti. പാവം ഭിക്ഷക്കാരൻ എഴുന്നേറ്റ് തൻ്റെ മേൽമുണ്ട് കുടഞ്ഞ് ദേഹത്തേക്ക് എടുത്തിട്ടു. തൻ്റെ മുണ്ട് മുറുക്കി ഉടുത്തു. He raised his eyes and looked fearfully at the road. അദ്ദേഹം ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി പൊള്ളിക്കിടക്കുന്ന റോഡിലേക്ക്, ചൂട് പിടിച്ച് കിടക്കുന്ന റോഡിലേക്ക് നോക്കി. ഗ്ലീമിങ് ഇൻ ദി ആഫ്റ്റർനൂൺ ഹീറ്റ്. ഉച്ചനേരത്തെ വെയിലിൽ തിളച്ച് കിടക്കുന്ന ആ റോഡിലേക്ക് നോക്കി. He needs something on his feet, Meena said, her big eyes filling. It is not fair. He needs something on his feet, Meena said, her big eyes filling. ഇറ്റ് ഈസ് നോട്ട് ഫെയർ. അദ്ദേഹത്തിൻ്റെ കാലിനിടാൻ എന്തെങ്കിലും വേണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ഫെയർ. ഇങ്ങനെ അദ്ദേഹത്തെ നഗ്നപാതനായി ചെരുപ്പില്ലാതെ ഇങ്ങനെ വിടുന്നത് ശരിയല്ല. സെഡ് രവി. ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ബ്ലബറിങ് ഇറ്റ് ഈസ് നോട്ട് ഫെയർ ഈസ് ഇൻ ഗോയിങ് ടു ഹെൽപ്പ്. ഇൻ 2 minutes he will be frying his feet on that road. What he needs is a pair of chappals. So where do we get them? Come, let us search the house. He pushed Mrudu and Meena into the house. സെഡ് രവി. മിണ്ടാതിരിക്കെ. ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഞാനും അതാ ആലോചിക്കുന്നത്. ബ്ലബറിങ് ഇറ്റ് ഈസ് നോട്ട് ഫെയർ ഈസ് ഇൻ ഗോയിങ് ടു ഹെൽപ്പ്. ഇതിപ്പം ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും ശരിയാവില്ല. ഇൻ 2 minutes ഹി വിൽ ബി ഫ്രൈയിങ് ഹിസ് ഫീറ്റ് ഓൺ ദാറ്റ് റോഡ്. ആ റോഡിലിറങ്ങി നടന്നാൽ 2 മിനിറ്റിനകം അദ്ദേഹത്തിൻ്റെ കാല് ഫ്രൈ ആകും. വാട്ട് ഹി നീഡ്സ് ഈസ് എ പെയർ ഓഫ് ചപ്പൽസ്. അദ്ദേഹത്തിന് ഒരു ജോഡി ചപ്പൽസാണ്, ചെരുപ്പുകളാണ് ആവശ്യം. സോ വേർ ഡു വി ഗെറ്റ് ദം? നമുക്കത് എവിടുന്ന് കിട്ടും? കം, ലെറ്റ് us സെർച്ച് ദി ഹൗസ്. നമുക്ക് വീട്ടിനകത്ത് കയറി നോക്കാം. ഹി പുഷ്ഡ് മൃദു ആൻഡ് മീന ഇൻ ടു ദി ഹൗസ്. അവൻ മൃദുവിനെയും മീനയെയും വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ജസ്റ്റ് ആസ് ഷീ സ്റ്റെപ്ഡ് ഇൻ ടു ദി വരാന്ത, മൃദുസ് ഐസ് ഫെൽ ഓൺ ദി ഓൾഡ് ലുക്കിംഗ് ചപ്പൽസ് ഷീ ഹാഡ് നോട്ടീസ്ഡ് വെൻ ഷീ അറൈവ്ഡ്. രവി, ഷീ വിസ്പേർഡ് ടു ഹിം, ഹൂസ് ആർ ദോസ്? ജസ്റ്റ് ആസ് ഷീ സ്റ്റെപ്ഡ് ഇൻ ടു ദി വരാന്ത, വരാന്തയിൽ കടന്ന ഉടനെ, മൃദുസ് ഐസ് ഫെൽ ഓൺ ദി ഓൾഡ് ലുക്കിംഗ് ചപ്പൽസ്, മൃദുവിൻ്റെ കണ്ണുകൾ ആ പഴയ ചെരുപ്പുകളിലേക്ക്, അവിടെ കിടന്ന പഴയ ചെരുപ്പുകളിൽ പതിഞ്ഞു. ഷീ ഹാഡ് നോട്ടീസ്ഡ് വെൻ ഷീ അറൈവ്ഡ്. അവളവിടെ എത്തിച്ചേർന്ന സമയത്ത് അവൾ ശ്രദ്ധിച്ച ചെരുപ്പുകളായിരുന്നു അത്. രവി, ഷീ വിസ്പേർഡ് ടു ഹിം, ഹൂസ് ആർ ദോസ്? അവൾ രവിയോട് ചോദിച്ചു, രവി, ആരുടെ ചെരുപ്പുകളാണിവ? രവി ടേൺഡ് ആൻഡ് ഗ്ലാൻസ്ഡ് അറ്റ് ദി ഷാബി ലുക്കിംഗ് ബട്ട് സ്റ്റേർഡി ഓൾഡ് സ്ലിപ്പേഴ്സ്. ഹി ബീംഡ് ആൻഡ് നോഡഡ്. These are just the right size, he said, picking them up. Mrudu and Meena followed him nervously back into the garden. Ravi turned and glanced at the shabby-looking but sturdy old slippers. രവി ആ ഷാബി ലുക്കിംഗ്, മങ്ങിയ ചെരുപ്പുകളിലേക്ക് നോക്കി. മങ്ങിയതായിരുന്നെങ്കിലും അവ നല്ല ചെരുപ്പുകളായിരുന്നു. ഹി ബീംഡ് ആൻഡ് നോഡഡ്. അവൻ്റെ മുഖം തെളിഞ്ഞു. ദീസ് ആർ ജസ്റ്റ് ദ റൈറ്റ് സൈസ്. ഓ, ഇത് നല്ല പറ്റിയ പാകമായ ചെരുപ്പുകളാണ്. ഹി സെഡ്, പിക്കിംഗ് ദം അപ്പ്. അവനത് കൈകളിലെടുത്തു. മൃദു ആൻഡ് മീന ഫോളോഡ് ഹിം നെർവസ്ലി ബാക്ക് ഇൻ ടു ദി ഗാർഡൻ.
എന്നിട്ട് അവൻ പൂന്തോട്ടത്തിലേക്ക് പോയി. മൃദുവും മീനയും ചെറിയ പേടിയോടെ അവൻ്റെ പിന്നാലെ പോയി. "Here," said Ravi to the beggar, dropping the slippers in front of the old man. "Wear these and don't come back." The beggar stared at the slippers, hurriedly flung his towel over his shoulder, pushed his feet into them, and left, muttering a blessing to the children. In a minute, he had vanished around the corner of the street. "Here," said Ravi to the beggar, dropping the slippers in front of the old man. ആ വൃദ്ധൻ്റെ മുന്നിൽ ചെരുപ്പ് കൊണ്ടിട്ടിട്ട് രവി പറഞ്ഞു, "ഇതാ എടുത്തോളൂ. വെയർ ദീസ് ആൻഡ് ഡോണ്ട് കം ബാക്ക്." ഈ ചെരുപ്പുകൾ ഇട്ടോളൂ, പക്ഷേ ഇനി മടങ്ങി വരരുത്. ദ ബെഗർ സ്റ്റേർഡ് അറ്റ് ദ സ്ലിപ്പേഴ്സ്. ആ യാചകൻ ആ ചെരുപ്പുകളിലേക്ക്, സ്ലിപ്പേഴ്സിലേക്ക് തുറിച്ചു നോക്കി. ഹറിയഡ്ലി ഫ്ലങ് ഹിസ് ടവൽ ഓവർ ഹിസ് ഷോൾഡർ. മേൽമുണ്ട് കുടഞ്ഞ് തൻ്റെ തോളിലേക്കിട്ടു. പുഷ്ഡ് ഹിസ് ഫീറ്റ് ഇൻ ടു ദം. തൻ്റെ കാലുകൾ ആ ചെരുപ്പുകളിലേക്ക് കയറ്റി, എന്ന് വെച്ചാൽ ആ ചെരുപ്പുകളിട്ടു. ആൻഡ് ലെഫ്റ്റ്, എന്നിട്ട് പോയി. മട്ടറിങ് എ ബ്ലെസ്സിങ് ടു ദി ചിൽഡ്രൻ. കുട്ടികൾക്ക് എന്തോ ഒരു അനുഗ്രഹ വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹം ആ ചെരുപ്പുകളുമിട്ട് റോഡിലേക്ക് ഇറങ്ങി പോയി. മട്ടറിങ് മീൻസ് പറഞ്ഞു, പുലമ്പി. ഇൻ എ മിനിറ്റ് ഹി ഹാഡ് വാനിഷ്ഡ് അറൗണ്ട് ദി കോർണർ ഓഫ് ദി സ്ട്രീറ്റ്. ഒരു മിനിറ്റിനകം അദ്ദേഹം ആ സ്ട്രീറ്റിൻ്റെ, തെരുവിൻ്റെ മൂലക്കെങ്ങോ മറഞ്ഞു. ആ തെരുവ് കടന്ന്, ആ റോഡ് കടന്ന് അദ്ദേഹം പോയി. കാരണം അവിടെ നിന്നാൽ മുതിർന്നവരാരെങ്കിലും കാണുമെന്നും അവർ വന്ന് ഈ ചെരുപ്പ് ഊരി വാങ്ങുമെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ചെരുപ്പ് കിട്ടിയ മാത്രയിൽ അതിട്ടിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു. The music master came out of the house and took an unappreciative look at the three of them sitting quietly under the tree, playing marbles. Then he searched for his chappals in the veranda where he had put them. The music master came out of the house. Music master വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. And took an unappreciative look at the three of them sitting quietly under the tree, playing marbles. കല്ല് കളിച്ചു കൊണ്ടിരുന്ന, മാർബിൾസ്, പെബിൾസ് കളിച്ചു കൊണ്ടിരുന്ന ആ 3 പേരെയും ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ, താല്പര്യമില്ലാത്ത രീതിയിൽ അദ്ദേഹം നോക്കി. അൺഅപ്രീഷിയേറ്റീവ്, ദാറ്റ് മീൻസ് ഡിസപ്രൂവിങ്, ഇഷ്ടമില്ലാത്ത രീതിയിൽ 3 പേരെയും നോക്കി. Then he searched for his chappals in the veranda where he had put them. എന്നിട്ട് താൻ ഇട്ടിരുന്ന ചെരുപ്പ് അവിടെ എല്ലാം നോക്കി. "Lally," he called after a few moments. She hurried up to him. "Have you seen my chappals, my dear? I remember having kept them here." "Lally," he called after a few moments. ഏതാനും നിമിഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ലല്ലിയെ വിളിച്ചു. She hurried up to him. അവൾ തിടുക്കത്തിൽ മാസ്റ്ററുടെ അടുത്തേക്ക് വന്നു. "Have you seen my chappals, my dear?" "കുഞ്ഞ്, നീ എൻ്റെ ചപ്പൽസ് കണ്ടോ?" "I remember having kept them here." "അത് ഇവിടെ ഇട്ടെന്നാണ് എൻ്റെ ഓർമ്മ." Ravi, Mridu and Meena silently watched Lally and the music master search every corner of the veranda. He scurried around, looking over the railing and crouching near the flower pots to look between them. Brand new they were. "I went all the way to Mount Road to buy them," he went on saying. "They cost a whole month's fees, do you know?" Ravi, Mridu and Meena silently watched Lally and the music master search every corner of the veranda. രവിയും മൃദുവും മീനയും നിശബ്ദരായി നോക്കിക്കൊണ്ടിരുന്നു. ലലിയും മ്യൂസിക് മാസ്റ്ററും വരാന്തയുടെ മൂലയിലെല്ലാം ചെരുപ്പ് അന്വേഷിക്കുന്നത് അവർ മിണ്ടാതെ നോക്കിക്കൊണ്ടു നിന്നു. ഹി സ്കറീഡ് അറൗണ്ട്. മ്യൂസിക് മാസ്റ്റർ അവിടെ എല്ലാം ചുറ്റി നടന്നു നോക്കി. ലുക്കിംഗ് ഓവർ ദ റെയിലിംഗ്. വരാന്തയുടെ ആ കൈവരിയായി കെട്ടിയിരിക്കുന്ന ആ കമ്പിയിലെല്ലാം മറിഞ്ഞു കിടന്ന് നോക്കി. ആൻഡ് ക്രൗച്ചിങ് നിയർ ദി ഫ്ലവർ പോട്ട്സ് ലുക്ക് ബിറ്റ്വീൻ ദം. അവിടെ വെച്ചിരുന്ന ചെടിച്ചട്ടികളുടെ ഇടയിലെല്ലാം കുനിഞ്ഞ് നോക്കി. ക്രൗച്ചിങ് മീൻസ് കുനിയുക, കുനിഞ്ഞു നോക്കുക. അവിടെ എല്ലായിടത്തും, വരാന്തയിലും ചെടിച്ചട്ടികളുടെ ഇടയിലും റെയിലിങ്ങിൻ്റെ അവിടെയും എല്ലായിടത്തും നോക്കി. ബ്രാൻഡ് ന്യൂ ദേ വെയർ. ബ്രാൻഡ് ന്യൂ ചെരുപ്പുകളായിരുന്നു, ബ്രാൻഡഡ് ചെരുപ്പുകളായിരുന്നു അവ. "I went all the way to Mount Road to buy them." മൗണ്ട് റോഡ് വരെ ഞാൻ നടന്നു പോയാണ് അവ വാങ്ങിയത്. He went on saying. അദ്ദേഹം ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. "They cost a whole month's fees, do you know?" നിനക്കറിയാമോ ലല്ലി, 1 മാസത്തെ ഫീസിൻ്റെ വിലയുണ്ട് ആ ചെരുപ്പുകൾക്ക്. Soon Lally went in to tell her mother. Rukmani appeared, looking harassed, with the party followed her. Soon Lally went in. ലല്ലി അകത്തേക്ക് പോയി പെട്ടെന്ന്. To tell her mother. അമ്മയോട് മ്യൂസിക് മാസ്റ്ററുടെ ചെരുപ്പുകൾ കളഞ്ഞു പോയെന്ന് പറയാൻ വേണ്ടി ലല്ലി പെട്ടെന്ന് വീട്ടിനകത്തേക്ക് പോയി. രുക്മനി അപ്പിയേർഡ് ലുക്കിംഗ് ഹറാസ്ഡ്. ആകെ ഭാവം മാറിയിട്ട് രുക്മനി പുറത്തേക്ക് വന്നു.
വിത്ത് പാട്ടി ഫോളോഡ് ഹർ. പാട്ടിയും പിന്നാലെ വന്നു. Where could they be? It is really quite upsetting to think someone might have stolen them. So many vendors come to the door. Worried പാട്ടി. Where could they be? ആ ചെരുപ്പുകൾ എവിടെയായിരിക്കും? It is really quite upsetting to think someone might have stolen them. ആരെങ്കിലും മോഷ്ടിച്ചിട്ട് പോയിട്ടുണ്ടാകും. So many vendors come to the door. Worried പാട്ടി. ഒരുപാട് കച്ചവടക്കാർ ഈ വാതിൽക്ക് വരുന്നുണ്ട്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും. രുക്മിണി caught sight of Ravi, Mridu and Meena sitting under the tree. Have you children? She began, and then, seeing they were curiously quiet, went on more slowly. Seen anyone lurking around the veranda? A sharp V-shaped line had formed between her eyebrows. Another straight, tighter one appeared in place of her usually soft, pleasant mouth. Rukmini was angry. Thought Mridu with a shiver. She wouldn't be so upset if she knew about the poor beggar with the sores on his feet. She tried to tell herself. Rukmini caught sight of Ravi, Mridu and Meena sitting under the tree. രവിയും മൃദുവും മീനയും മരച്ചോട്ടിലിരിക്കുന്നത്, നീംട്രീയുടെ ചോട്ടിലിരിക്കുന്നത് രുക്മിണി കണ്ടു. ഹാവ് യു ചിൽഡ്രൻ? ഷീ ബിഗാൻ. ഉറക്കെ ചോദിച്ചു, കുട്ടികളെ നിങ്ങൾ. എന്നിട്ട് ദെൻ സീയിങ് ദേ വെർ ക്യൂരിയസ്ലി ക്വൈറ്റ് വെൻ്റ് ഓൺ മോർ സ്ലോലി. പിന്നെ ഒച്ച താഴ്ത്തിയിട്ട്, കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കണ്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വരം താഴ്ത്തിയിട്ട് സാവധാനം ചോദിച്ചു, സീൻ എനിവൺ ലർക്കിംഗ് അറൗണ്ട് ദി വരാന്ത? ഈ വരാന്തയിൽ ആരെങ്കിലും ചുറ്റിക്കറങ്ങുന്നത്, ലർക്കിംഗ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? എ ഷാർപ്പ് ബി ഷേപ്ഡ് ലൈൻ ഹാഡ് ഫോംഡ് ബിറ്റ്വീൻ ഹെർ ഐബ്രോസ്. രുക്മിണിയുടെ നെറ്റിയിൽ ഒരു വി ഷേപ്പ് രൂപം കൊണ്ടു. എന്ന് വെച്ചാൽ ഭാവം മാറി, ദേഷ്യമായി. അനദർ സ്ട്രെയിറ്റ് ടൈറ്റർ വൺ അപ്പിയർഡ് ഇൻ പ്ലേസ് ഓഫ് ഹെർ യൂഷ്വലി സോഫ്റ്റ് പ്ലസൻറ്റ് മൗത്ത്. സാധാരണ നന്നായിരിക്കുന്ന ആ മുഖത്ത് ചുണ്ടുകളിലും ഒരു വി ഷേപ്പ് രൂപപ്പെട്ടു. രുക്മിണി വാസ് ആംഗ്രി. രുക്മിണിക്ക് ദേഷ്യമായി. മൃദു തോട്ട് വിത്ത് എ ഷിവർ. ഒരു വിറയലോടെ മൃദു മനസ്സിലാക്കി, അമ്മായിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ഷീ വുഡൻ ബി സോ അപ്സെറ്റ് ഇഫ് ഷീ ന്യൂ അബൌട്ട് ദ പുവർ ബെഗർ വിത്ത് സോഴ്സ് ഓൺ ഹിസ് ഫീറ്റ്. ഷീ ട്രൈഡ് ടു ടെൽ ഹെർസെൽഫ്. അപ്പോൾ മൃദു വിചാരിച്ചു, പാവം യാചകൻ, അദ്ദേഹത്തിൻ്റെ കാലിലെ മുറിവുകളെ അമ്മായി കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും അമ്മായി ഇങ്ങനെ ദേഷ്യപ്പെടില്ലായിരുന്നുവെന്ന് മൃദു തന്നോട് തന്നെ പറഞ്ഞു. ടേക്കിംഗ് എ ഡീപ് ബ്രെത്ത് ഷീ ക്രൈഡ്, രുക്മിണി, there was a beggar here. Poor thing, he had such a boils on his feet. തൻ്റെ ശ്വാസം പിടിച്ചിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, ശ്വാസമെടുത്തിട്ട് പറഞ്ഞു, രുക്മിണി, ഇവിടെ ഒരു യാചകൻ വന്നു, പാവ മനുഷ്യൻ, പൂവർ തിങ്, ഹി ഹാഡ് സച്ച് ബോയിൽസ് ഓൺ ഹിസ് ഫീറ്റ്. അയാളുടെ കാലുകളിലെല്ലാം ബോയിൽസ്, പുണ്ണുകൾ, വ്രണങ്ങൾ ഉണ്ടായിരുന്നു. സോ സെഡ് രുക്മിണി ഗ്രിംലി, ടേണിംഗ് ടു രവി, യു ഗേവ് ദ മ്യൂസിക് മാസ്റ്റേഴ്സ് ചപ്പൽസ് ടു ദാറ്റ് ഓൾഡ് ബെഗർ ഹു ടേൺസ് അപ്പ് ഹിയർ. അതുകൊണ്ട് നീ മ്യൂസിക് മാസ്റ്ററുടെ ചെരുപ്പുകളെടുത്ത് ആ വൃദ്ധനായ ഭിക്ഷക്കാരന് കൊടുത്തെന്നോ? ചിൽഡ്രൻ ദീസ് ഡേയ്സ് ഗ്രോണ്ട് പാട്ടി. ഇക്കാലത്ത് കുട്ടികളെ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? മുത്തശ്ശി ദേഷ്യം പിടിച്ചു. അമ്മ, ഡിഡിൻറ്റ് ടെൽ മീ അബൌട്ട് കർണ ഹു ഗേവ് അവേ എവറിത്തിങ് ഹി ഹാഡ്, ഈവൻ ഹിസ് ഗോൾഡ് ഇയർ റിങ്സ്. ഹി വാസ് സോ കൈൻഡ് ആൻഡ് ജനറസ്. അമ്മ, ഡിഡിൻറ്റ് യു ടെൽ മീ? അമ്മ എന്നോട് പറയാറില്ലേ എബൌട്ട് കർണനെക്കുറിച്ച്? ഹു ഗേവ് അവേ എവറിത്തിങ് ഹി ഹാഡ്, തനിക്കുണ്ടായതെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്ത കർണനെ കുറിച്ച് അമ്മേനോട് പറയാറില്ലേ? ഈവൻ ഹിസ് ഗോൾഡ് ഇയർ റിങ്സ്, തൻ്റെ കവചകുണ്ടലങ്ങൾ പോലും, ഗോൾഡ് കമ്മലുകൾ പോലും, റിങ്സ് പോലും ദാനം ചെയ്ത കർണനെക്കുറിച്ച് അമ്മ പറയാറില്ലേ? ഹി വാസ് സോ കൈൻഡ് ആൻഡ് ജനറസ്. അദ്ദേഹം വളരെ ദയാലുവും മഹാമനസ്കതയും ഉള്ളവനുമായിരുന്നല്ലോ. സില്ലി, സ്നാപ്ഡ് രുക്മിണി. കർണ ഡിഡിൻറ്റ് ഗീവ് അവേ അതർ പീപ്പിൾസ് തിങ്സ്, ഹി ഓൺലി ഗേവ് അവേ ഹിസ് ഓൺ. കൊള്ളാം, കർണൻ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുത്തല്ല ദാനം ചെയ്തിരുന്നത്, അദ്ദേഹം തനിക്കുണ്ടായിരുന്ന സാധനങ്ങളാണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്തത്. ബട്ട് മൈ ചപ്പൽസ് വുഡൻറ്റ് ഹാവ് ഫിറ്റഡ് ദി ബെഗേഴ്സ് ഫീറ്റ്, രവി റഷ്ഡ് ബ്രാഷ്ലി ഓൺ. ആൻഡ് അമ്മ, ഇഫ് ദേ ഡിഡ് ഫിറ്റ്, വുഡ് യു റിയലി നോട്ട് ഹാവ് മൈൻഡഡ്? ബട്ട് മൈ ചപ്പൽസ് വുഡൻറ്റ് ഹാവ് ഫിറ്റഡ് ദി ബെഗേഴ്സ് ഫീറ്റ്, രവി റഷ്ഡ് ബ്രാഷ്ലി. പക്ഷേ അമ്മ, എൻ്റെ ചെരുപ്പുകൾ ആ ഭിക്ഷക്കാരൻ്റെ കാലിന് ചേരിലായിരുന്നു. ആൻഡ് അമ്മ, ഇഫ് ദേ ഡിഡ് ഫിറ്റ്, അമ്മ, ആ ചെരുപ്പുകൾ അദ്ദേഹത്തിന് ചേർന്നിരുന്നുവെങ്കിൽ വുഡ് യു റിയലി നോട്ട് ഹാവ് മൈൻഡഡ്, അമ്മ വഴക്ക് പറയില്ലായിരുന്നു അല്ലേ? രവി, സെഡ് രുക്മിണി, വെരി ആംഗ്രി നൗ,
ഗോ ഇൻസൈഡ് ദിസ് മിനിറ്റ്. രവി വീട്ടിനകത്തേക്ക് ഇപ്പം തന്നെ പൊയ്ക്കോളൂ എന്ന് രുക്കുമനി രവിയോട് ദേഷ്യപ്പെട്ടു. ഷീ ഹറിഡ് ഇൻഡോഴ്സ് ആൻഡ് ബ്രോട്ട് ഔട്ട് ഗോപുമാമാസ് ഹാർഡ്ലി വോൺ ന്യൂ ചപ്പൽസ്. ദീസ് ഷുഡ് ഫിറ്റ് യു സർ. പ്ലീസ് പുട്ട് ദീസ് ഓൺ. ഐ എം സോ സോറി. മൈ സൺ ഹാസ് ബീൻ വെരി നോട്ടി. The music master's eyes lit up. He put them on, trying not to look too happy. Well, I suppose these will have to do. These days children have no respect for elders. What to do? A Hanuman incarnate. Only Rama can save such a naughty fellow. Rukumani's eyes flashed. She didn't seem to like Ravi being called a monkey, even a holy monkey. She stood stiff and straight by the front door. It was clear she wanted him to leave quickly. She hurried indoors and brought out ഗോപുമാമാസ് ഹാർഡ്ലി വോൺ ന്യൂ ചപ്പൽസ്. രുക്കുമനി വീട്ടിനകത്തേക്ക് പോയി ഗോപുമാമയുടെ പുതിയ ചെരുപ്പുകൾ എടുത്തുകൊണ്ടുവന്നു. ദീസ് ഷുഡ് ഫിറ്റ് ഫോർ യു സർ. സാർ, താങ്കൾക്കിത് ചേരുമെന്ന് തോന്നുന്നു. പ്ലീസ് പുട്ട് ദീസ് ഓൺ. മാസ്റ്റർ, ദയവായി ഈ ചെരുപ്പുകൾ ഇട്ടാലും. ഐ എം സോ സോറി. എന്നോട് ക്ഷമിക്കണം. മൈ സൺ ഹാസ് ബീൻ വെരി നോട്ടി. എൻ്റെ മകനൊരു വികൃതിയാണ്. ദ മ്യൂസിക് മാസ്റ്റേഴ്സ് ഐസ് ലിറ്റ് അപ്പ്. പുതിയ ചെരുപ്പുകൾ കണ്ടപ്പോൾ മ്യൂസിക് മാസ്റ്ററുടെ കണ്ണുകൾ തിളങ്ങി. ഹി പുട്ട് ദം ഓൺ. അദ്ദേഹം അവ ധരിച്ചു. ട്രൈ നോട്ട് ടു ലുക്ക് ടു ഹാപ്പി. പുതിയ ചെരുപ്പുകൾ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. പക്ഷേ ആ സന്തോഷം അദ്ദേഹം പുറത്ത് കാണിച്ചില്ല. വെൽ, കൊള്ളാം. ഐ സപ്പോസ് ദീസ് വിൽ ഹാവ് ടു ഡു. ദീസ് ഡേയ്സ് ചിൽഡ്രൻ ഹാവ് നോ റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്. വാട്ട് ടു ഡു? ഇക്കാലത്ത് കുട്ടികൾക്കൊന്നും മുതിർന്നവരോട് ഒരു ബഹുമാനവുമില്ല. എന്തു ചെയ്യാൻ? ഹേ ഹനുമാൻ ഇൻകാർണേറ്റ്. കുരങ്ങൻ്റെ ജന്മങ്ങളായതെല്ലാം. ഹനുമാൻ പുനർജനിച്ചതാ. ഒള്ളി രാമ ക്യാൻ സേവ് സച്ച് എ നോട്ടി ഫെല്ലോ. ഈ വികൃതി കുരങ്ങുകളെ രക്ഷിക്കാൻ രാമന് മാത്രമേ കഴിയൂ. രുക്കുമനീസ് ഐസ് ഫ്ലാഷ്ഡ്. രുക്കുമണിയുടെ കണ്ണുകൾ ജ്വലിച്ചു. ഷീ ഡിഡിൻ സീം ടു ലൈക്ക് രവി ബീയിങ് കോൾഡ് എ മങ്കി, ഈവൺ എ ഹോളി മങ്കി. രവിയെ കുരങ്ങനെന്ന് വിളിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു ഹോളി മങ്കി ആണെങ്കിൽ പോലും അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഷീ സ്റ്റുഡ് സ്റ്റിഫ് ആൻഡ് സ്ട്രെയിറ്റ് ബൈ ദി ഫ്രണ്ട് ഡോർ. മുൻപിലെ വാതിലിൽ അവരിങ്ങനെ കുറ്റിയടിച്ച പോലെ നിന്നു. ഇറ്റ് വാസ് ക്ലിയർ ഷീ വാണ്ടഡ് ഹിം ടു ലീവ് ക്വിക്ക്ലി. കിട്ടിയ ചെരുപ്പം കൊണ്ട് മ്യൂസിക് മാസ്റ്റർ പോകുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നു അവരുടെ ഭാവം. വെൻ ഷീ ഹാഡ് ക്ലാറ്റേർഡ് ഓഫ് ഇൻ ഹിസ് ന്യൂ ചപ്പൽസ്, ഷീ സെഡ്, മൃദു, കം ഇൻ ആൻഡ് ഹാവ് സം ടിഫിൻ. Honestly, how do you children think of such things? Thank God your Gopu Mama doesn't wear his chappals to work. As she walked toward the kitchen with Mrudu and Meena, she suddenly began to laugh. But he is always in such a hurry to throw off his shoes and socks and get into his chappals as soon as he comes home. What is your mama going to say this evening when I tell him I gave his chappals to the music master? Vasanta Surya from Mrudu in Madras. Gorichakka turns up. When he had clattered off in his new chappals, she said, മാസ്റ്റർ ചെരുപ്പിട്ട് അതിൽ ടക് ടക് ശബ്ദമുണ്ടാക്കി നടന്നു പോയി. ക്ലാറ്റേർഡ് മീൻസ് നമ്മൾ സ്ലിപ്പറൊക്കെ ഇടുമ്പോൾ, ചപ്പൽസ് ഇടുമ്പോൾ കേൾക്കുന്ന ആ ഒരു ടക് ടക് ശബ്ദത്തെയാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ മാസ്റ്റർ ചെരുപ്പിട്ട് ഒച്ചയുണ്ടാക്കി നടന്നു പോയി. ഷീ സെഡ്, മൃദു, കം ഇൻ ആൻഡ് ഹാവ് സം ടിഫിൻ. മൃദു, വന്ന് എന്തെങ്കിലും കഴിക്കൂ. ഓണസ്റ്റ്ലി, ഹൗ ഡു യു ചിൽഡ്രൻ തിങ്ക് ഓഫ് സച്ച് തിങ്സ്? സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? താങ്ക് ഗോഡ് യുവർ ഗോപു മാമ ഡസൻറ്റ് വെയർ ഹിസ് ചപ്പൽസ് ടു വർക്ക്. ഗോപു മാമ ഇന്ന് ഈ ചപ്പൽസ് ജോലിക്ക് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോകാതിരുന്നത് നന്നായി. ആസ് ഷീ വാക്ക്ഡ് ടുവേഴ്സ് ദ കിച്ചൺ വിത്ത് മൃദു ആൻഡ് മീന, ഷീ സഡൻലി ബിഗാൻ ടു ലാഫ്. അങ്ങനെ മൃദുവിനെയും മീനയും കൂട്ടി കിച്ചണിലേക്ക് നടക്കുന്ന വഴിക്ക് പെട്ടെന്ന് രുക്കുമനി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. But he is always in such a hurry to throw off his shoes and socks and get into his chappals as soon as he comes home. ഗോപുമാമ വന്ന ഉടനെ തൻ്റെ ഷൂസും സോക്സും എല്ലാം ഊരിയെറിയും. എന്നിട്ട് വേഗം ഈ ചെരുപ്പുകളിലേക്ക്, ചപ്പൽസിലേക്ക് കയറും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പകൽ നേരത്ത് ജോലിയെല്ലാം ചെയ്ത് ചൂട് പിടിച്ചിരിക്കും ഈ ഷൂവും സോക്സും എല്ലാം. അപ്പോൾ വീട്ടിനകത്ത് വന്ന് കയറിയ ഉടനെ അദ്ദേഹം ഷൂവും സോക്സും ഊരി മാറ്റിയിട്ട് ഈ ചപ്പൽസ് ഇടും. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. What is your mama going to say this evening when I tell him I gave his chappals to the music master? ഇന്ന് നിങ്ങളുടെ അമ്മാവൻ വൈകിട്ട് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ മ്യൂസിക് മാസ്റ്റർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും പറയുക? ഇത് ഓർത്തിട്ടാണ് രുക്കുമനി ഉറക്കെ ചിരിച്ചത്. വസന്ത സൂര്യ ഫ്രം മൃദു ഇൻ മദ്രാസ്. ഗോരിച്ചക്ക ടേൺസ് അപ്പ്. മൃദു ഇൻ മദ്രാസ് എന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. വസന്ത സൂര്യയാണ് അത് എഴുതിയിട്ടുള്ളത്.
ഇത് നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടുമെങ്കിൽ നിങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി അബൌട്ട് ഫോർ ചിൽഡ്രൻ ഹു ആർ വെരി ജനറസ് ആൻഡ് കൈൻഡ് ടു എവറിത്തിങ് ദേ സീ അറൗണ്ട് ദം. തങ്ങൾക്ക് ചുറ്റും കാണുന്ന എന്തിനോടും, മൃഗങ്ങളായാലും മനുഷ്യരായാലും എന്തായാലും തങ്ങൾക്ക് ചുറ്റും കാണുന്ന എന്തിനോടും സഹാനുഭൂതി പുലർത്തുന്ന അലിവും ദയയും കാണിക്കുന്ന കുഞ്ഞുങ്ങളുടെ കഥയാണ് ഇത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്ന് പറയുന്നത് നമ്മളും സഹജീവികളോടും നമുക്ക് ചുറ്റും കാണുന്ന ജീവജാലങ്ങളോടും സഹാനുഭൂതി ഉള്ളവരായിരിക്കണം എന്നതാണ്. പാഠം നന്നായി വായിക്കണം, എക്സസൈസ് എല്ലാം ചെയ്യണം. നോട്ട്സും എക്സസൈസും എല്ലാം PDF ആയിട്ട് ഞാൻ ഇതിനോടൊപ്പം ഇട്ടിട്ടുണ്ടാകും. ഓക്കെ, ബൈ ബൈ.